ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 വെഡ്ഡിങ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ വെഡ്ഡിങ് ആണ്. മറ്റേ വെഡ്ഡിങ് എൻ്റെ ഫാമിലിയിലായിരുന്നു. ഇത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലത്തെ വെഡ്ഡിങ് ആണ്. അപ്പോൾ വെഡ്ഡിങ്ങിന് ചെന്നപ്പോൾ ആരും എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 7:45 8 മണി സമയത്ത് ഓഡിറ്റോറിയത്തിലാണ് ഫംഗ്ഷന് തലേ ദിവസത്തെ മെഹന്തി നൈറ്റ് വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ബ്രൈഡൊന്നും എത്തിയിട്ടില്ല, വീട്ടുകാരൊന്നും എത്തിയിട്ടില്ല. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയെന്ന് സംശയമുണ്ട്. സാധാരണ ഒരു 7 മണി ആ സമയമാകുമ്പോൾ ഇതിന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ കുറച്ച് വൈകിയാണ് പ്രോഗ്രാം നിർത്തുന്നതെന്ന് സംശയമുണ്ട്. കുറച്ചു നേരം അവിടെ നിന്നു. ഫോണിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട എങ്ങനെ എന്നൊക്കെ ഒരു ഏകദേശം ഫോണിനെ കുറിച്ചും ഏകദേശമൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഇവിടുത്തെ എളാപ്പാൻ്റെ മക്കൾ. പിന്നെ സ്റ്റേജ് ബ്രൈഡ് വരുന്നതിൻ്റെ മുന്നത്തെ ഫുൾ ലുക്കാണിത്. അപ്പോൾ ഇപ്പോഴേ ഇത് അങ്ങനെ ഫുള്ളായി കിട്ടുള്ളൂ. ഇനി ആൾക്കാർ വന്ന് എല്ലാവരും സ്റ്റേജിൽ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് അത് കാണിച്ചത്. ഇതൊരു എളാപ്പാൻ്റെ മോനാണ്. അപ്പോൾ മോൻ ഓലോട് സംസാരിച്ച് കൊടുക്കണം. ബ്രൈഡൊക്കെ എത്തിയിട്ടുണ്ട്. ബ്രൈഡിൻ്റെ സിസ്സാണത്. ഇതൊക്കെ എളാപ്പാൻ്റെ മക്കളാണ് കേട്ടോ. ബ്രൈഡ് സ്റ്റേജിൽ കയറി മെഹന്തി നൈറ്റല്ല. അപ്പോൾ പച്ച കളർ ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ഔട്ട്ഫിറ്റൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്രൈഡിനെ ഒരുക്കിയത് കാണാനും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. സ്റ്റേജ് കയറി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ തന്നെ ഗ്രൂമിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഗ്രൂമിൻ്റെ അടുത്തിൽ വന്നപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. അവർ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഓല് കല്യാണത്തിന് അന്നിടാനുള്ള ഡ്രസ്സ് കൊണ്ടുവന്നതായിരുന്നു. പണ്ടൊക്കെ കവറിലൊക്കെ കൊണ്ടുവന്നേരല്ലോ. ഇപ്പോൾ പിന്നെ ട്രോളിയൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ട്രെൻഡൊക്കെ ആകെ മാറിയിട്ടുണ്ടല്ലോ. പിന്നെ അവർ കുറേ സംസാരിച്ചിരുന്നു. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. അതൊന്നും ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അതിന് പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. കാരണം എൻ്റെ റിലേറ്റീവിൻ്റെ കൂടെ വെഡ്ഡിങ് ഉണ്ടാകുമ്പോൾ മാറി മറിച്ചെടുക്കാൻ താത്താരും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. കുട്ടികളെന്താണെന്ന് പോലും ഞാൻ അറിയലില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനും ഹസ്ബൻഡും മാനേജ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അത് ഒരു കഴിച്ച അടിയിൽ എടുത്ത വീഡിയോസാണ്. ഭയങ്കര കരച്ചിലായിരുന്നു മക്കൾ. അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഏകദേശം 9-10 മണി ആയിട്ടുണ്ട്. മക്കളൊക്കെ 8:30 ആ സമയമാകുമ്പോഴത്തേനും ഉറങ്ങണതാണ്. അപ്പോൾ ഓൽക്ക് ആ സമയമൊക്കെ തെറ്റിൻ്റെതായ ദുശീലങ്ങളും ഭയങ്കര കരച്ചിലും പൊറുതിയോടൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഓല് കളിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിച്ചു. പിന്നെ നമ്മൾ അങ്ങനെ പോരുകയാണ് ചെയ്തത്. കുറഞ്ഞ വീഡിയോസോ അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ. ഫോട്ടോസ് ഫാമിലി ഫോട്ടോ അങ്ങനെ എന്തോ എടുത്തു. അല്ലാതെ ഫോട്ടോസ് എടുക്കാനും ഞങ്ങൾ പോയിട്ടില്ല. കാരണം ഒന്നുമില്ല, ഞങ്ങൾക്ക് തലേ ദിവസമല്ല ഒന്ന് എടുക്കാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി. പിന്നെ ബാക്കിൽ ഇന്ന് ലക്ഷ്യം നല്ല ഡാൻസ് കളിയുന്നു. ഇത് നാത്തൂൻ്റെ മോളാണ്. ഓല് ഉണ്ടാവും നല്ല ഡാൻസ് കളിയുന്നു. കുറച്ച് നേരമൊക്കെ അങ്ങനെ അതൊക്കെ വീഡിയോസ് എടുത്ത് ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ച് നേരമൊക്കെ ഓല് ഡാൻസൊക്കെ കളിച്ചു. വളരെ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.